സ്പാനിഷ് ലീഗ് കിരീടപ്പോരിൽ പോയിന്റുകൾ നഷ്ടപ്പെടുത്തി ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും. ഇന്ന് ഗെറ്റാഫയെ നേരിട്ട ബാഴ്സലോണ ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിയുകയായിരുന്നു. ഗെറ്റാഫയുടെ മൈതാനത്ത് 9-ാം മിനിറ്റിൽ കൂണ്ടയുടെ ഗോളിൽ ബാഴ്സലോണ മുന്നിലെത്തി. എന്നാൽ 34-ാം മിനിറ്റിൽ മൗറോ അരാബാരിയുടെ ഗോൾ ഗെറ്റാഫയെ മത്സരത്തിനൊപ്പം എത്തിച്ചു. വിജയ ഗോളിനായി ബാഴ്സ ശ്രമിച്ചെങ്കിലും ഗെറ്റാഫ പ്രതിരോധത്തെ മറികടക്കാനായില്ല. മത്സരത്തിൽ 78% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നിട്ടും ആകെ 21 ഷോട്ടുകൾ തൊടുത്തതിൽ 5 മാത്രമാണ് ബാഴ്സലോണയ്ക്ക് ഓൺ ടാർഗറ്റിൽ എത്തിക്കാനായത്. സമനിലയോടെ 20 മത്സരങ്ങളിൽ 39 പോയിന്റുമായി ബാഴ്സലോണ ലീഗിൽ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം 1-ാം സ്ഥാനക്കാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങി. ലഗാനസാണ് അത്ലറ്റിക്കോയെ അട്ടിമറിച്ചത്. സ്വന്തം മൈതാനത്ത് എതിരില്ലാത്ത ഒറ്റ ഗോളിലായിരുന്നു ലഗാനസിന്റെ വിജയം. ഇതോടെ 15 മത്സരങ്ങളായുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയക്കുതിപ്പിനാണ് അവസാനമായത്. ആദ്യ പകുതിയിൽ നിരവധി തവണ പോസ്റ്റിലും ക്രോസ് ബാറിലും തട്ടി അത്ലറ്റിക്കോയുടെ ഷോട്ടുകൾ മടങ്ങി. ലഗാനസ് കീപ്പറുടെ മികച്ച പ്രകടനവും കളി ആദ്യ പകുതി ഗോൾ രഹിതമാക്കി നിലനിർത്തി. രണ്ടാം പകുതിയിൽ 41-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് ഹെഡറിലൂടെ നാസ്റ്റാസിക് ലഗാനസിന് ലീഡ് നൽകി. കളിയുടെ അവസാന മിനിറ്റിൽ ഒപ്പമെത്താൻ കിട്ടിയ സുവർണ അവസരം ഗ്രീസ്മാൻ തുലച്ചു. ഹാൻഡ്ബോളിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി ഗ്രീസ്മാൻ പുറത്തേക്കടിച്ച് നഷ്ടപ്പെടുത്തിയതോടെ മത്സരം ലഗാനസ് വിജയിച്ചു. അത്ലറ്റിക്കോയുടെ തോൽവി അവരുടെ 1-ാം സ്ഥാനത്തിനും വിള്ളലുണ്ടാക്കും. നിലവിൽ 20 മത്സരങ്ങളിൽ നിന്ന് 44 പോയിന്റുമായാണ് അത്ലറ്റിക്കോ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. എന്നാൽ ഒരു മത്സരം കുറച്ച് കളിച്ച റയൽ മാഡ്രിഡ് 43 പോയിന്റുമായി 2-ാം സ്ഥാനത്തുണ്ട്. എന്നാൽ ലാസ് പാൽമാസിനെ നേരിടുന്ന റയൽ മാഡ്രിഡിന് വിജയിക്കാൻ സാധിച്ചാൽ പോയിന്റ് ടേബിളിൽ അത്ലറ്റിക്കോയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്താൻ കഴിയും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.